കൊല്ലത്ത് മത്സരം UDFും LDFും തമ്മിലാണെന്ന് ചൂണ്ടിക്കാണിച്ച ഷിബു ബേബി ജോൺ രണ്ടാം സ്ഥാനം LDFിനാണെന്നും പറഞ്ഞു. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയും അദ്ദേഹം രൂക്ഷമായ പരിഹാസം ചൊരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞത് പ്രേമചന്ദ്രനേക്കാളും വലിയ BJP ഭക്തൻ ഷിബു ബേബി ജോൺ ആണെന്നാണ്. ഗുജറാത്ത് സന്ദർശിച്ച ഷിബു ബേബി ജോൺ പറഞ്ഞത് ഗുജറാത്തിനെ കണ്ടു പഠിക്കാനാണ്. എന്നാൽ ശരിക്കും അവിടെയൊന്നും പഠിക്കാനില്ല. പിന്നെ ഷിബു ബേബി ജോണിൻ്റെ അനുവാദം ചോദിച്ചിട്ടാകില്ല പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകുന്നതെന്നും ഗണേഷ് കുമാർ കളിയാക്കിയിരുന്നു. ഇവരുടെ പൂജാമുറിയിൽ മോദിയുടെ വിഗ്രഹവും കാണാമെന്നും ഗണേഷ് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണ് ഷിബു ബേബി ജോൺ ഇപ്പോൾ നൽകിയത്. കിടപ്പുമുറിയിൽ നിന്ന് ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു ഷിബു ബേബി ജോണിൻ്റെ പരിഹാസം. പൈതൃകം വ്യതിചരിച്ച് താൻ ഇതുവരെ പോയിട്ടില്ല. ഗണേഷിൻ്റെ നാറിയ കഥകൾ ഞങ്ങൾ പറഞ്ഞാൽ തേച്ചാലും കുളിച്ചാലും പോകില്ലെന്നും ഷിബു ബേബി ജോൺ പറയുന്നു. ഗണേഷ് കുമാറിനെതിരെ പലപ്പോഴും പലരും ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. കുറച്ചുനാൾ മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തുണി കൊടുക്കാതെ നടക്കുന്നവനെ തുണിമുക്കി കാണിക്കുന്നതിന് തുല്യമാണ് ഗണേഷ് കുമാറിൻ്റെ അവസ്ഥ എന്നാണ്. പണത്തോടും പെണ്ണിനോടുമാണ് ഗണേഷിന് എക്കാലത്തും ആസക്തി. സ്വന്തം അച്ഛനെയും സഹോദരിയെയും ചതിച്ചവനാണ് അയാൾ. ആ പകൽമാനിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ജനാധിപത്യത്തിൻ്റെ അപജയമാണ്. ഗണേഷ് കുമാറിനെ ഒരു കാലത്തും മന്ത്രിയാക്കാൻ പാടില്ല. സിനിമാക്കാരനായാൽ എന്തുമാകാമെന്ന ധാരണ വേണ്ട എന്നാണ് വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞത്. നേരത്തെ സോളാർ പീഡനക്കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചനയുടെ സൂത്രധാരൻ ഗണേഷ് കുമാർ തന്നെയാണെന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഗണേഷ് കുമാറിൻ്റെ സഹായികളുടെ നിർദ്ദേശപ്രകാരം ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരുകൾ അതിൽ എഴുതി ചേർത്തതാണെന്നാണ് ഫെനി പറഞ്ഞത്. ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല. കത്തിൽ മാറ്റം വരുത്താൻ ഗണേഷ് നേരിട്ട് ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ലൈംഗികാരോപണം വന്നതിന് കാരണം ഗണേഷ് കുമാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ്. 21 പേജുകളുണ്ടായിരുന്ന കത്ത് അന്നത്തെ ജയിൽ സൂപ്രണ്ട് രേഖപ്പെടുത്തി വെച്ചതാണ്. പിന്നെ അത് 25 പേജാക്കിയതിൻ്റെ പിന്നിലും ഗണേഷ് ആണെന്നാണ് ഫെനി പറഞ്ഞത്. കൂടെ നിന്നിട്ട് ഒടുവിൽ ചതിക്കുന്ന ഒറ്റുകാരൻ്റെ വേഷം ഗണേഷ് കുമാർ പല സിനിമയിലും പലതവണ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ആ റോൾ അതിലും നന്നായി ജീവിതത്തിൽ പകർന്നാടിയ ആളാണ് ഗണേഷ് കുമാർ എന്നുമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഷിബു ബേബി ജോൺ പറഞ്ഞതിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഗണേഷിൻ്റെ പല കഥകളും അറിയാവുന്ന ആൾ തന്നെയാണ് ഷിബു ബേബി ജോൺ. ഇക്കാര്യത്തിൽ കൂടുതൽ വെല്ലുവിളികളും മറുപടികളുമായി ഗണേഷ് കുമാർ ഇറങ്ങിയാൽ നാണം കെടേണ്ടി വരുമെന്നതും ഉറപ്പ് തന്നെയാണ്.